ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു വാൾ ഡെക്കറാണ് കേട്ടോ. 3 ഐറ്റംസ് വെച്ചാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് പോണത്. അതിന് വേണ്ടിയിട്ട് ഐസ്ക്രീം സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ബാംബൂ സ്റ്റിക്സ് ഉണ്ട്, പിന്നെ കുറച്ച് വുഡൻ ബീഡ്സും ഉണ്ട് കേട്ടോ. ഈ 3 ഐറ്റംസ് വെച്ചാണ് കേട്ടോ നമ്മൾ ഈ വാൾ ഹാങ്ങിങ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഐസ്ക്രീം സ്റ്റിക്സ് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലൊന്ന് ഒട്ടിച്ചെടുക്കണം. ഞാനിതിപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ ഒട്ടിച്ചെടുക്കാനായിട്ട് പോണത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള സ്റ്റിക്സാണ്, ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കാണ് കേട്ടോ. ഇതൊരു പാക്കറ്റായിട്ട് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ 4 കോർണറും ഒരേ അളവിൽ തന്നെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. ചെറിയൊരു ഡിഫറൻസ് വന്നാൽ പോലും നമുക്ക് ഭിത്തിയിൽ ഹാങ് ചെയ്തിടുമ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റും. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും സ്ക്വയറായിട്ട് ഒട്ടിച്ചെടുക്കാം. ഞാനിതേപോലെ ഒരു 5 എണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ പെയിൻറ്റും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ആ ബാംബൂ സ്റ്റിക്കും കൂടി സ്ക്വയറായിട്ട് ഒട്ടിച്ചെടുക്കണം. ഈ സ്റ്റിക്കിൻ്റെ ഒരു വശം കുറച്ച് കൂർത്ത് നിൽക്കുന്ന ഭാഗമാണ്, അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ വുഡൻ ബീഡ്സ് കൂടി ഒന്ന് കോർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു സ്റ്റിക്കിൽ 2 ബീഡ്സ് വെച്ചാണ് കേട്ടോ കോർത്ത് കൊടുക്കണത്. ഈ ബാംബൂ സ്റ്റിക്സും ഇനി സ്ക്വയർ ഷേപ്പിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യണത്. ഹോട്ട് ഗ്ലൂ ഗൺ പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ നല്ലതാണെങ്കിലും ഇതൊരിക്കലും ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഗ്ലൂ കൂടി അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. ഞാനിതിൻ്റെ വർക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. നമ്മളിതിൽ കോർത്തെടുത്ത ഓരോ ബീഡ്സും ഈ സ്റ്റിക്കിൻ്റെ എല്ലാ കോർണറിലേക്കും വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതും ഒരു 5 എണ്ണം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഒന്നുകൂടി ഭംഗിയാക്കാനായിട്ട് കുറച്ച് ഡിസൈൻ കൂടി ഇതിലേക്ക് വരച്ചു കൊടുക്കുകയാണ്. ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ് വെച്ചിട്ട് ഓരോ ലൈൻസ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഭിത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കണമെന്നില്ല, ഒരു സൈഡിൽ മാത്രമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഐസ്ക്രീം സ്റ്റിക്സ് ഒരു 5 എണ്ണം ഒട്ടിച്ച് വെച്ചിട്ടില്ലേ, ഇനി അതും കൂടി ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അത് ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ തന്നെയാണ് അടിച്ചു കൊടുക്കണത്. അതും ഒരു സൈഡ് മാത്രം അടിച്ചു കൊടുത്താൽ മതി, അപ്പുറത്തെ സൈഡിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പെയിൻ്റ് എല്ലാം നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഇതിനെല്ലാം ഒട്ടിച്ചെടുത്ത് വാൾ ഹാങ്ങിങ് ആക്കി മാറ്റാം. അപ്പോൾ ആദ്യം ഈ ഐസ്ക്രീം സ്റ്റിക്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ 4 എണ്ണം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് 5ാമത്തെ സ്റ്റിക്ക് കൂടി എടുത്തിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇത് ഒട്ടിക്കുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ 4 കോർണറും നല്ല കറക്റ്റായിട്ട് വെക്കണം. താഴെ അറേഞ്ച് ചെയ്ത് വെച്ച ആ 4 സ്ക്വയറുകളും 5ാമതായിട്ട് വെച്ച ആ സ്ക്വയറിലേക്കാണ് ഒട്ടിച്ചെടുക്കുന്നത്. വേണമെങ്കിൽ പെൻസിലോ പേനോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ഒട്ടിച്ചെടുത്താലും മതി. ഇതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ബാംബൂ സ്റ്റിക്സ് ഇല്ലേ, അതും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അത് ഈ എല്ലാ സ്ക്വയറുകളുടെ മുകളിലേക്ക് ഒരു ഫ്രെയിം പോലെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒട്ടിച്ചെടുക്കുന്നതിന് മുന്നായിട്ട് ആദ്യം ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ആദ്യം 4 എണ്ണം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒട്ടിക്കുമ്പോൾ ഇതിൻ്റെ പൊസിഷൻ മാറിപ്പോണ്ടിരിക്കാൻ പേന വെച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തണ്ടേ. ഈ വെച്ചിരിക്കുന്ന 4 ഫ്രെയിമും ആ നടുവിൽ ഒട്ടിച്ചിരിക്കുന്ന ഐസ്ക്രീം സ്റ്റിക്കില്ലേ, അതിൽ വെച്ചാണ് കേട്ടോ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത് 4 ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇനി 5ാമത്തെ ഫ്രെയിമും കൂടി എടുത്തിട്ട് ആ സെൻറ്ററിൽ വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇതിൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. ഞാനിനി ഇതിലേക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്ലൂ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇത് വുഡൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്ലൂ ആണ് കേട്ടോ. ഫ്ലെക്സി ക്യുക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇതുകൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ വോളിലൊന്ന് ഹാങ് ചെയ്തിടാം. ഹാങ് ചെയ്യുമ്പോൾ 2 രീതിയിൽ ഹാങ് ചെയ്യാം കേട്ടോ. ഒന്നില്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് ഹാങ് ചെയ്തിടാം, അല്ലെങ്കിൽ ഇതിനെ ചരിച്ച് വെച്ചിട്ട് ഈ ഒരു ഷേപ്പിലും ഹാങ് ചെയ്തിടാം. ഇതിൻ്റെ കളർ നമുക്ക് ഭിത്തിയോട് മാച്ച് ചെയ്തിരിക്കുന്ന ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കാം, അതുപോലെ ചാനലൊന്ന് ഫോളോ കൂടി ചെയ്തേക്കാം. താങ്ക് യു.